കസിനും കൂടെ താഴെ കളിക്കുമ്പോഴാണ് അച്ഛ പറയുന്നത് ലുലു പോവാന്ന്. അപ്പൊ നമ്മള് പോവാണ്. ഓക്കേ, ഞാൻ ഈ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അച്ചൂടൻ കുറേ ദിവസമായി ലുലു പോകണം എന്ന് പറയുന്നത് നാട്ടിൽ പോയപ്പോൾ മുതൽ തുടങ്ങി കേട്ടോ. അങ്ങനെ ഞങ്ങൾ ലുലു പോയി. വൈകുന്നേരമാണ് പോയത് കേട്ടോ. അപ്പം നോക്കുമ്പോൾ പതിവില്ലാതെ നല്ല തിരക്ക്. അപ്പം ഞങ്ങൾ വിചാരിച്ചു വല്ല ഓഫറും തുടങ്ങിയത്. നോക്കുമ്പോൾ ശരിയാണ്, അവിടെ ഓഫറിന് ഇട്ടിട്ടുണ്ടായിരുന്നു എന്തൊക്കെയോ സാധനങ്ങൾ. ഞങ്ങൾ ആ സൈഡിലേക്ക് പോയിട്ടേ ഇല്ല. പിന്നെ ഹൈപ്പർ മാർക്കറ്റിൻ്റെ അകത്ത് കയറിയപ്പോഴാണ് ഈ ഒരു സംഭവം കണ്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ക്രിസ്മസ് തുടങ്ങിയതേ ഉള്ളൂ, ക്രിസ്മസ് മാസം തുടങ്ങിയേ ഉള്ളൂ, എന്നാൽ പോലും അവിടെ എല്ലാ ടൈപ്പ് സാധനങ്ങളും ഉണ്ടായിരുന്നു. കുറേ ഡെക്കറേഷൻസ് ഒന്നും ഇല്ലെങ്കിലും ഇതൊക്കെ ക്രിസ്മസ് ട്രീക്കൊക്കെ ആവശ്യമുള്ള സാധനങ്ങളാണല്ലോ. അങ്ങനെ അതിൻ്റെ അടുത്തും നല്ല തിരക്കുണ്ടായിരുന്നു. ചിലരൊക്കെ 1-ാം തീയതി മുതലേ ക്രിസ്മസ് ട്രീ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കണം. അപ്പം അങ്ങനെ അവിടെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ചെറിയ ക്രിസ്മസ് പാപ്പയ്ക്ക് 500 രൂപ വരുന്നുണ്ട്. അങ്ങനെയെല്ലാം ഞങ്ങൾ നോക്കി അങ്ങനെ നടന്നു. പിന്നെ ഞങ്ങളുടെ മെയിനായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഹൈപ്പർ മാർക്കറ്റിൽ പോകുന്ന എന്തിനാ, വേറെ സാധനം വാങ്ങാനൊന്നുമല്ല. ചില സമയത്ത് മാത്രമേ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ വാങ്ങാറുള്ളൂ. പക്ഷെ ഞങ്ങൾ മെയിനായിട്ട് പോകുന്നത് എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് വാങ്ങാനാണ്. അപ്പം ഈ ഫുഡിൻ്റെ ഏരിയ പോകുമ്പോഴാണ് ഈ ഒരു ബ്രെഡും അങ്ങനത്തെ ഒക്കെ കാണുന്നത് കേട്ടോ. പിന്നെ ഇതൊന്നും ഞാൻ വാങ്ങിയിട്ടില്ല. ഇതൊക്കെ കണ്ണനറിയാം. കണ്ണൻ ഹോട്ടലിലൊക്കെ പണിയെടുക്കുന്നതുകൊണ്ട് തന്നെ കണ്ണന് ഇതിനെപ്പറ്റിയൊക്കെ എല്ലാം അറിയാം കേട്ടോ. എനിക്കങ്ങനെ ഒന്നും അറിയില്ല. പിന്നെ അതൊക്കെ കണ്ടിങ്ങനെ ഞങ്ങളവിടെ സൈഡിൽ പാർക്ക് ചെയ്ത് നിന്നു. അച്ചൂട്ടൻ വണ്ടിയിലായതുകൊണ്ട് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്ത് സൈഡിൽ നിന്നു. കണ്ണൻ പോയി ഫുഡ് വാങ്ങിക്കൊണ്ട് വന്നു. അങ്ങനെ ഞങ്ങൾ നേരെ മേലെ പോയി ഫുഡ് കോർട്ടിൻ്റെ അടുത്തേക്ക് പോയി ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുമ്പോഴാണ് അവിടെ എന്തോ ഒരു സൗണ്ടും ബഹളമൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. നോക്കുമ്പോൾ താഴെ ഗ്രൗണ്ട് ഫ്ലോർ ആണോ, ആ ഫ്ലോറിൽ, താഴത്തെ ഫ്ലോറിൽ എന്തോ ഫാഷൻ ഷോൻ്റെ പരിപാടിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു ചെക്കൻ നിന്ന് പാട്ട് പാടുന്നുണ്ടായിരുന്നു. പിന്നെ ഫാഷൻ ഷോ കുറച്ച് കഴിയുമ്പോൾ ഫാഷൻ ഷോ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം പാട്ടൊക്കെ പാടി ഞങ്ങൾ കുറച്ച് നേരം നോക്കിയിരുന്നു. പിന്നെ നമ്മളെ ലക്ഷ്യം ഫുഡ് കഴിക്കുന്നതാണ്. അങ്ങനെ ഫുഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം കഴിച്ച ലെമൺ റൈസ് അത്രയും ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ ഞാൻ പിന്നെ എനിക്കത് തന്നെ മതി എന്ന് പറഞ്ഞ് ലെമൺ റൈസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കണ്ണൻ പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും വെറൈറ്റി നോക്കാം, വെറൈറ്റി ഒക്കെ. ഞാൻ സമ്മതിച്ചില്ല. പക്ഷേ എനിക്ക് ആ റൈസ് ഉണ്ടാക്കാൻ അറിയാത്തതുകൊണ്ട് മാത്രം ഞാൻ പിന്നെ അതും വാങ്ങി. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ മഷ്റൂം എന്തോ ആയിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം എന്തായാലും അത് തന്നെ ബട്ടർ ചിക്കൻ ആയിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പം അതിന് വലിയ എരിവൊന്നും ഇല്ലല്ലോ. അച്ചോട്ടെ എരിവ് കഴിക്കും, എന്നാൽ പോലും അതിന് അത്ര വലിയ കുഴപ്പമൊന്നുമില്ലാത്ത എരിവായതുകൊണ്ട് തന്നെ അത് വാങ്ങി. അങ്ങനെ ലെമൺ റൈസും ബട്ടർ ചിക്കനും ഒക്കെ കൂടെ കഴിച്ച് പിന്നെ ഒരു കുബൂസ്, മെഡിറ്ററേനിയൻ കുബൂസും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂടെ നല്ല അടിപൊളിയായി ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചിട്ടോ. പിന്നെ എപ്പോഴും വാങ്ങുന്ന പോലെ തന്നെ ഒരു ജ്യൂസും എല്ലാം സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു. കുറേ ഫുഡ് ഐറ്റംസ്. പിന്നെ ലാസ്റ്റ് കഴിക്കാൻ വേണ്ടി സാലഡല്ല, ഈ പേരക്കേൻ്റെ മസാല ഇട്ടത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പുറകിൽ പിന്നെ ഐസ്ക്രീമിൻ്റെ ഇതുള്ളതുകൊണ്ട് അച്ചൂടിൻ്റെ ശ്രദ്ധ മൊത്തം അവിടെയായിരുന്നു കേട്ടോ. എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അത് വേണം. അങ്ങനെ ഞങ്ങൾ അവസാനം വാങ്ങി. അതിൻ്റെ കഥ വേറെയാണ്. ഞാൻ ചെറിയ പൈസയിൽ ഒതുക്കാമെന്ന് വിചാരിച്ചപ്പം കണ്ണൻ പോയിട്ട് 240 രൂപേൻ്റെ കുൽഫി ഫലൂദ എന്ന് പറയുന്നൊരു സംഭവം കൂടെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡ് അടിയൊക്കെ നല്ല കുശാലായി നടന്നു കേട്ടോ. എപ്പോൾ പോയാലും ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബാക്കി കാര്യം നോക്കാറുള്ളൂ. ആദ്യം പോയി ഫുഡ് കഴിക്കും, എന്നിട്ടാണ് ഡ്രസ്സ് എടുക്കണേ പോലും പിന്നെയാണ് പോകുന്നത്. അങ്ങനെ ഈ പ്രാവശ്യവും ഞങ്ങൾ സ്റ്റുഡിയോയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എടുക്കാൻ വേണ്ടിയിട്ടല്ലേ, ഇനി അടുത്ത പ്രാവശ്യം എടുക്കാൻ പോകുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ പെട്ടെന്ന് പോയി എടുക്കാമല്ലോ. അതുകൊണ്ടാണ്. മൊത്തത്തിലൊരു മഞ്ഞ കളറല്ലേ, അച്ചൂടിൻ്റെ മനിയനും മാച്ചായി എന്തായാലും. അങ്ങനെ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഫലൂദ സംഭവം. ഇത്രയേ ഉള്ളെങ്കിലും 240 രൂപയായിരുന്നു. എൻ്റെ കണ്ണൊന്ന് തള്ളി ചെറുതായിട്ട്. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് നേരെ അച്ചൂട്ടൻ്റെ ഏരിയയിലേക്ക്. അച്ചൂട്ടിന് ഇതിന് വേണ്ടിയിട്ടാണ് ലുലു പോവാന്ന് പറയുന്നത്. നമ്മളെ നാട്ടിൽ പോയിട്ട് എവിടെ ലുലു പോവാന്ന് പറഞ്ഞാൽ എവിടെ കൊണ്ടുപോകാനാ. അപ്പോൾ ഇവിടെ വന്നപാട് പോകാൻ വിചാരിച്ചു. അവിടെ ഇരിക്കും കുറച്ച് നേരം, കയറുന്ന മുന്നാണ്. ഓക്കെ. അങ്ങനെ ഞങ്ങളിത് ലാസ്റ്റ് ആയപ്പോൾ സ്റ്റുഡിയോയിലും കൂടെ ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു. വെറുതെ ഒന്നും എടുക്കാനില്ല ഈ പ്രാവശ്യം. അപ്പോൾ എന്തായാലും വെറുതെ ഒന്ന് നോക്കിയിട്ട് പോകുന്നതായിരുന്നു. സ്റ്റുഡിയോ എനിക്ക് ഇപ്പുറത്തേക്ക് മാറ്റിയതായി തോന്നി കേട്ടോ. മാറ്റിയതാണെന്ന് തോന്നുന്നു. എന്തായാലും നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. പുതിയ സ്റ്റോക്ക് വന്നാണോ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അഫോർഡബിൾ റേറ്റിൽ. ഇപ്പോഴേ ഇത്രയും തിരക്കാണെങ്കിൽ ക്രിസ്മസിൻ്റെ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും എന്തായിരിക്കും അവസ്ഥ ഞാൻ ആലോചിക്കുന്നത്. ഓഫറൊക്കെ വരുമ്പോഴത്തേക്കും നല്ല തിരക്കായിരിക്കും. പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ലാൻഡിങ്ങും കൂടെ കാണാമെന്ന് വെച്ചാൽ ഫ്ലൈറ്റ് ലാൻഡിങ്ങും കൂടെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ എൻ്റെ ഫോണിൽ ഇത്രയൊക്കെ ക്ലിയർ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പകലാണെങ്കിൽ അടിപൊളിയായിട്ട് നോക്കടി
ഉം.